ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും നമുക്ക് മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു മധുരമാണ് ഈ ഒരു കുനാഫ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ കുനാഫ ഉണ്ടാക്കുന്നത് ക്രീമോ ചീസോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു 4 ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് സേമിയ, നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുന്ന സേമിയേക്കാളും വളരെ കനം കുറഞ്ഞിട്ടുള്ള സേമിയ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ തന്നെ നോക്കിയിട്ട് വേണം ഈ ഒരു കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കാനായിട്ട്. അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റാണ്, അതായത് 200 ഗ്രാം വരുന്ന ഒരു പാക്കറ്റ് ഒരു സേമിയ വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഞെക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു കണക്കിന് അല്പം നീളത്തിൽ, എന്നാൽ ഒത്തിരി അങ്ങ് നീളത്തിലും ആവരുത്, ഒത്തിരി ചെറുതും ആവരുത്. ആ ഒരു സൈസിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറുതാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സേമിയ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം, പക്ഷേ ബട്ടറാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ബട്ടർ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ആയിരിക്കണം, ഉപ്പില്ലാത്ത ബട്ടർ ആയിരിക്കണം. പിന്നെ നമുക്ക് അല്പം കശുവണ്ടി, അത് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള വാൾനട്ട്സോ കാഷ്യൂ നട്ട്സോ പിസ്തയോ അതൊക്കെ ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ വീട്ടിൽ ഉള്ളതിനനുസരിച്ച്. ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുവാണെങ്കിൽ നമ്മളിതിങ്ങനെ ഈ ഒരു കുനാഫ കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊരു 4 മിനിറ്റ് സമയം എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലാണ് നമുക്ക് ഈ ഒരു സേമിയ കഴിക്കുന്ന സമയത്തും ആ മധുരം ഒന്ന് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഇതിൻ്റെ നിറം മാറൊന്നും വേണ്ട. കറക്റ്റ് 4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് ഞാൻ ആ ചൂടോട് കൂടെ തന്നെയാണ് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്രമാണ് സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രത്തിലോട്ട്. നമുക്ക് എല്ലാം കൂടെ ഇടേണ്ട കാര്യമില്ല. ആദ്യത്തെ ഒരു ബേസ് ഇട്ട് കൊടുക്കണം, അത് ഞാൻ കാണിക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇച്ചിരി കൂടെ മാറ്റി വെക്കണം കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ മേലെ നമ്മളൊരു എന്താ പറയുക, ഒരു ക്രീം ഒഴിക്കുന്നുണ്ട്. ശരിക്കുള്ള ക്രീം വെച്ചിട്ടുണ്ടാക്കുന്ന ക്രീമല്ല. അപ്പോൾ ആ ക്രീമിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് തട്ടെന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കറക്റ്റ് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കറക്റ്റായിട്ട് അതിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായി അമർത്തിയാലാണ് അത് കറക്റ്റ് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് വേറെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കൊന്നും വേണ്ട, കിച്ചണിൽ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലാണ് ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ 4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പ് 250 ml ആണ്. അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൽ തന്നെ ആ ഒരു 4 കപ്പും എടുക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. അപ്പോൾ 4 കപ്പ് പാലൊഴിക്കുക. ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറോ കോൺസ്റ്റാർച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു വളരെ നൈസായിട്ടുള്ള പൊടിയാണിത്. ചോളമാവിൻ്റെ പൊടിയാണ് കോൺഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു 7 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഈ 7 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് വരാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 1 കപ്പ് വരെ ആവാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ നല്ലത്. ഇനി ഇതില്ലാന്ന് ഓർത്തിട്ട് ഉണ്ടാക്കാതെ ഇരിക്കരുത് കേട്ടോ.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു കോൺഫ്ലവർ കലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം മാത്രം ഓൺ ചെയ്തിട്ട് ഫ്ലെയിം ലോവിലോട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോവിൽ വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇനി പതിയെ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൈവിടാതെ ഒരു 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ടോ, ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കാവാനും അതുപോലെ നല്ലൊരു ഗ്ലോസി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊന്നും കൂടി ഒന്ന് കുറുകണം. അതുവരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതാ നമ്മുടെ ഇവിടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങും. മാത്രമല്ല നന്നായിട്ട് ഇങ്ങനെ ഒരു കുറുകി ഒരു കസ്റ്റേർഡൊക്കെ നമ്മൾ കുറുക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. കണ്ടോ, അപ്പം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം കേട്ടോ. ആ ചൂടോടെ കൂടെ ഒഴിക്കേണ്ട കാര്യമില്ല, എന്നാൽ തീരെ ചൂടാറും വേണ്ട. നമുക്ക് ആ ഒരു എന്താ പറയുക, ചെറുതായിട്ടൊരു ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് ആ ഒരു സേമിയയുടെ മേലെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ കുറച്ചങ്ങ് മാറ്റി വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് പാട കിട്ടും. അപ്പോൾ അതാ ഇവിടെ ചെറുതായിട്ടൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുമുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടോ, നിങ്ങൾക്ക് കാണാം, ആവി വരുന്നത് കാണാൻ പറ്റും. അപ്പം ആ ഒരു ചൂടോടെ കൂടെ തന്നെ, ചെറു ചൂടോടെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയുടെ മേലെ ഒഴിച്ചു കൊടുക്കാം ക്രീം. അപ്പോൾ ക്രീമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അത് തന്നെത്താൻ അങ്ങ് കറക്റ്റായിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ അങ്ങ് ഇരുന്നോളും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള സേമിയയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ സേമിയൊക്കെ നിറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം പിസ്ത ഉണ്ടെങ്കിൽ മാത്രം, സാധാരണ കുനാഫ എന്നൊക്കെ പറയുമ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ പിസ്തയുടെ ഒരു പച്ച കളറൊക്കെ കാണാൻ പറ്റും അവർ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു പിസ്ത ഒരു ഫോട്ടോയ്ക്കൊക്കെ ഭംഗി കിട്ടാനും വീഡിയോയ്ക്ക് ഭംഗി കിട്ടാനും വേണ്ടി മാത്രം ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഏത് ഷേപ്പിലൊക്കെ വേണമെങ്കിലും, ചിലവരിത് ഫുള്ള് സൈഡിലൊക്കെ ഇടുന്നത് കാണാം. പക്ഷെ ഞാനിന്ന് ആ മിഡിലിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 15 മിനിറ്റ് ആ ഒരു കസ്റ്റർഡൊക്കെ ഒന്ന് ചൂടാറട്ടെ. മുഴുവനോട് കൂടെ ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എടുക്കുന്ന പാത്രം ഒന്ന് മൂടി കൊടുക്കണം എന്ന് മാത്രം. ഇനി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടൊന്ന് മൂടി കൊടുത്താലും മതി. ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ, അത് സെറ്റ് ആവാൻ എടുക്കുന്ന സമയം അനുസരിച്ചിട്ടിരിക്കും. എനിക്കിവിടെ ഒരു 2.5 മണിക്കൂറിനകത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൻ്റെ നടുക്കിലെ തട്ടിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് സെറ്റായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കുമ്പോൾ കാണാൻ പറ്റിയത്. ഇങ്ങനെ നമ്മളിതിനകത്ത് കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് ഇങ്ങനെ ആടി ഇങ്ങനെ ഇരിക്കുന്നത്, ജെല്ലി പോലെ ഇങ്ങനെ ഇളകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം, നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയതായി എന്നുള്ളത്. അപ്പം ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം. പിന്നെ ഇത് ഫ്രീസറിലൊന്നും വെച്ചേക്കരുത്, നമുക്കിത് ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ തോന്നും അയ്യോ ഇത് വലിയ പണിയാണല്ലോ എന്ന്. ഒന്നും പണിയൊന്നുമല്ല. നമ്മൾ ആ കത്തി വെച്ചിട്ട് നമ്മൾ മുറിച്ച് ആ ഒരു വരയൊക്കെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ആ കത്തി താഴോട്ടൊക്കെ ഇറക്കി ഒന്ന് മുറിച്ചെടുക്കണമെന്ന് മാത്രം. ആ താഴത്തെ ഒരു സേമിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലും ആ ഒരു വര വീഴണമെന്ന് മാത്രം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ എടുത്തതിൻ്റെ ഒത്തിരി വലിപ്പമായിപ്പോയി ഞാൻ എടുത്തത്. അത് ഞാൻ എടുത്തിരിക്കുന്ന കയ്യിലിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒടിഞ്ഞ് വീഴുന്നതാണത്. പക്ഷെ എനിക്ക് അടുത്തത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ, ഇതേപോലെ ഒരു കുഴപ്പം കൂടാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും കുനാഫ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമൊക്കെ ആയിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോൺഫ്ലവർ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്രീമോ ചീസോ ഒന്നുമില്ലാതെ വീട്ടിലുള്ള കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു കുനാഫയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പറാണ് കേട്ടോ. അതായത് കശുവണ്ടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.